ഹായ് ഫ്രണ്ട്സ്, 6ാം ക്ലാസ്സിലെ സൺഡേ കാറ്റിസം ആനുവൽ എക്സാമിന് മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള 1 വേർഡുകൾ നമുക്ക് ചെയ്തു നോക്കാം. ചാപ്റ്റർ 9 ക്ഷമിക്കാൻ പഠിപ്പിച്ച ഈശോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തെറ്റ് ചെയ്തവരോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന പത്രോസിൻ്റെ ചോദ്യത്തിന് ഉള്ള മറുപടി എന്തായിരുന്നു? ആൻസർ 7 എന്നല്ല 70 പ്രാവശ്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചുംബനത്താൽ ഈശോയെ ഒറ്റിക്കൊടുക്കാൻ ചെന്ന യൂദാസിനെ ഈശോ വിളിച്ചത് എന്ത്? ആൻസർ സ്നേഹിത. 10ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ തെളിവെന്ത്? ആൻസർ ശൂന്യമായ കല്ലറ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 3 രാവും പകലും മത്സ്യത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞത് ആര്? ആൻസർ യോന. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആരാധനാ ക്രമവത്സരത്തിലെ 5ാമത്തെ കാലം ഏത്? ആൻസർ ഉയർപ്പ് കാലം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഈശോയുടെ ഉത്ഥാനത്തെ അനുസ്മരിക്കുന്ന തിരുനാളാണ്? ആൻസർ ഉയർപ്പ് തിരുനാൾ. 5ാമത്തെ ക്വസ്റ്റ്യൻ, തിരുനാളുകളുടെ തിരുനാൾ എന്നറിയപ്പെടുന്ന തിരുനാൾ ഏത്? ആൻസർ ഉയർപ്പ് തിരുനാൾ. 11ാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ജീവൻ്റെ അപ്പമാണ് വിശുദ്ധ കുർബാന. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ് ബലിയർപ്പണം. ഇത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ചാപ്റ്റർ 12 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദൈവിക വെളിപ്പെടുത്തലിനുള്ള പ്രത്യുത്തരമാണ്? ആൻസർ വിശ്വാസം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മരിക്കേണ്ടി വന്നാലും ഗുരുവിനെ വിട്ടുപിരിയരുത് എന്നാഗ്രഹിച്ച ശിഷ്യൻ? ആൻസർ തോമസ് ലീഹ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഉത്തിതനായ ഈശോ പ്രത്യക്ഷപ്പെട്ട അവസരങ്ങളിലെല്ലാം നൽകിയ ആശംസ എന്തായിരുന്നു? ആൻസർ നിങ്ങൾക്ക് സമാധാനം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. ചാപ്റ്റർ 13 ക്വസ്റ്റ്യൻസ് നോക്കാം. ആരാധനാ ക്രമവത്സരത്തിലെ 6ാമത്തെ കാലം ഏത്? ആൻസർ സ്ലീഹ കാലം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏത് തിരുനാളിലാണ്? ആൻസർ പെന്തക്കുസ്ത തിരുനാൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആദിമസഭയിലെ ഏറ്റവും വലിയ പ്രേക്ഷിതൻ ആര്? ആൻസർ വിശുദ്ധ പൗലോസ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, പുതിയ നിയമഗ്രന്ഥത്തിലെ 5ാമത്തെ പുസ്തകമേത്? ആൻസർ അപ്പസ്തോല പ്രവർത്തനങ്ങൾ. നാലാമത്തെ ക്വസ്റ്റ്യൻ, പരിശുദ്ധാത്മാവിൻ്റെ സുവിശേഷമെന്ന് അറിയപ്പെടുന്ന പുസ്തകമേത്? ആൻസർ അപ്പസ്തോല പ്രവർത്തനങ്ങൾ. 5ാമത്തെ ക്വസ്റ്റ്യൻ, സുവിശേഷ സന്ദേശത്തിൻ്റെ ലക്ഷ്യം എന്ത്? ആൻസർ മനുഷ്യൻ്റെ നിത്യരക്ഷ. ചാപ്റ്റർ 14 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, തോമസ് ലീഹ ഭാരതത്തിൽ എത്തിയത് എന്ന്? ആൻസർ AD 52. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, തോമസ് ലീഹയെ വിളിച്ചിരുന്ന മറ്റൊരു പേര്? ആൻസർ ദിദിമൂസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, തോമസ് ലീഹയുടെ ഭാരത പ്രവേശനത്തെ അനുസ്മരിക്കുന്നത് എന്ന്? ആൻസർ നവംബർ 21-ാം തീയതി. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദുഃഖറാന തിരുനാൾ ആഘോഷിക്കുന്നത് എന്ന്? ആൻസർ ജൂലൈ 3-ാം തീയതി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കൈത്ത എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം? ആൻസർ വേനൽക്കാലം. ആറാമത്തെ ക്വസ്റ്റ്യൻ, സഭയുടെ അടിസ്ഥാനമായ 12 സ്ലീഹന്മാരുടെ തിരുനാൾ ഏത് കാലത്താണ്? കൈത്ത കാലം. 15ാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഏലിയ സ്ലീവ മൂശക്കാലത്തിൻ്റെ പ്രധാന തിരുനാളാണ്? ആൻസർ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ സഭ ആചരിക്കുന്നത് എന്ന്? സെപ്റ്റംബർ 14-ാം തീയതി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പുതിയ നിയമത്തിലെ അവസാന ഗ്രന്ഥം ഏത്? വെളിപാട്. നാലാമത്തെ ക്വസ്റ്റ്യൻ, വെളിപാട് ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ആൻസർ യോഹന്നാൻ സ്ലീഹ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഏത് ദ്വീപിൽ വെച്ചാണ് വെളിപാട് ഗ്രന്ഥം രചിക്കപ്പെട്ടത്? ആൻസർ പാത്മോസ് ദ്വീപിൽ വെച്ച്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ആരാധനാ ക്രമവത്സരത്തിലെ അവസാനത്തെ കാലമാണ്? ആൻസർ പള്ളിക്കൂദാശ കാലം. ഓക്കെ ഫ്രണ്ട്സ്, ഓൾ ദ ബെസ്റ്റ് ഫോർ ദ എക്സാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.